ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു പിഗ്ഗി ബാങ്ക് ഉണ്ടാക്കിയാലോ? ഇംഗ്ലീഷിൽ പറഞ്ഞ് വലിയ ഗമയൊന്നും കാണിക്കുന്നില്ല, കൊടുക്കുക അത് മതി. അപ്പോൾ ഇത് ഇങ്ങനത്തെ ബോക്സുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് എടുക്കുക. പിന്നെ നമുക്ക് 2-3 ബോണ്ട് പേപ്പർ ആവശ്യമുണ്ട്, അതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കവർ ചെയ്യുമ്പോൾ ഗമ്മ് വെച്ച് തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഒരു പിങ്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത്. അത് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള യൂണിക്കോണിൻ്റെ കുടിക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ കണ്ണും വായും അതുപോലെ തന്നെ തലയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് മുടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം ഞാനിവിടെ മാർക്കർ ഉപയോഗിച്ച് ഒന്ന് ഡാർക്കൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളർ അടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഈ ബോക്സൊക്കെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മൂലയിൽ വെറുതെ കിടന്നു പോകുക, അല്ലെങ്കിൽ വെറുതെ കത്തിച്ച് കളയണ സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞി സാധനം കുടുക്കയൊക്കെ ഉണ്ടാക്കി അതിൽ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ നമ്മുടെ ചുണ്ടും മൂക്കും കണ്ണും ഇതുപോലെ ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ മുടിക്ക് വേണ്ടിയിട്ട് ഈ 3 കളർ എടുത്തേക്കുന്നത്. പിങ്ക്, ബ്ലൂ, വയലറ്റ്, ഈ 3 കളർ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കളേഴ്സ് എടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ഇതിന് ഭംഗിയായിട്ട് തോന്നിയിട്ട് ഞാൻ ഈ കളർ എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ഞാൻ 2 സൈഡിൽ 2 വശത്ത് ഒരു കളറും പിന്നെ നടുക്ക് 2 വേറെ വേറെ കളറാണ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളും കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ അതിനൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സ്കെച്ച് വെച്ച് ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്കെച്ച് വെച്ചാണ് കളറും ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പിങ്ക് അടിച്ച് വെച്ചേക്കുന്നത് ക്രയോൺസ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ ക്രയോൺസ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്കെച്ച് ഉപയോഗിച്ചാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ വിരലിൻ്റെ അറ്റം കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു വൃത്തികേട് മാറിക്കിട്ടി നല്ല രീതിയിൽ ബ്ലെൻഡായി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കളർ വെച്ച് ഫില്ല് ചെയ്തിട്ട് കൈ വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക് കളറ് ബ്ലെൻഡ് ചെയ്ത് വിരൽ വെച്ച് ലൈറ്റ് കളറ് ബ്ലെൻഡ് ചെയ്തുകൂടാ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാർക്ക് കളറ് കൂടെ ആ ലൈറ്റ് കളറിലേക്ക് മിക്സ് ചെയ്ത് വരും. അതിന് ശേഷം ഞാൻ ആ പിങ്ക് ബ്ലെൻഡ് ചെയ്ത് അതേ വിരൽ വെച്ച് 2 സൈഡിലും ബ്ലഷ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹാർട്ട് ഞാൻ പിങ്ക് വെച്ച് തന്നെയാണ് ഫില്ല് ചെയ്തിട്ട്. അതിന് ശേഷം നാക്കിനും കൂടെ റെഡ് കളർ കൊടുത്തിട്ട് സെയിം രീതിയിൽ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇതിൻ്റെ ഡ്രോയിങ് പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെവി ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു കൊമ്പും ഉണ്ടാക്കണം. അപ്പോൾ കൊമ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം കോണൊക്കെ പോലെ ഒന്നിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ആ മടക്കിയെടുക്കുന്ന സമയത്ത് ഗം ഒട്ടിക്കാൻ പാടില്ല. മടക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഗം ഒട്ടിച്ചിട്ട് ഫൈനലായിട്ട് മടക്കാൻ പാടുള്ളൂ. അപ്പോൾ മടക്കി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ബാലൻസ് എന്നതൊക്കെ നമുക്കൊരു കത്രിക ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് മടക്കി നോക്കുന്നുണ്ട്. അതിന് ശേഷം മടക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഗമ്മ് ഇതാക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് കളർ ചെയ്യണോ അല്ലേ ഇത്. അപ്പോൾ യൂണിക്കോണിൻ്റെ കൊമ്പിനൊരു ബ്രൗൺ യെല്ലോ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വന്നോ ഇല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഒരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഓറഞ്ച് കൊടുത്തു, പിന്നെ ഒരു റെഡും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ഫൈനൽ ആക്കിയത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് 2 ചെവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 ചെവി മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം പിങ്ക് കളർ ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് ഔട്ട് അതായത് ബോർഡർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉള്ളിൽ ലൈറ്റ് പിങ്ക് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ക്രയോൺസ് വെച്ച് തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രയോൺസ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ചെവി ഒരുമിച്ച് വെച്ചിട്ട് അടിയിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുക്കയുടെ മുകളിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നല്ല രീതിയിൽ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുടുക്ക എടുത്തിട്ട് നമുക്ക് ഈ 2 ചെവി അതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ചെവി ഒട്ടിച്ച് കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നടുക്ക് നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ചെവി ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഹോളിൻ്റെ അപ്പുറം ഇപ്പുറം
വേണം നമ്മൾ ഈ ചെവി വരാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഇതേ കണ്ടില്ലേ, ഞാനിവിടെ ഒട്ടിച്ചേക്കണത് നടുക്കൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നടുക്ക് നമുക്ക് കുടുക്കയുടെ ഗ്യാപ്പ് എത്രയാണോ വേണ്ടത് അത് നമുക്കൊന്ന് വരച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് മുറിച്ചെടുക്കാൻ. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ പൈസ ഇടാൻ പാകത്തിനുള്ള ഒരു ഹോള് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കത്രിക ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പിച്ചാത്തി, നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ദേ ഞാനിവിടെ ഇതുപോലെ ഹോളും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫൈനലായിട്ട് ഞാൻ നമ്മുടെ കൊമ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ കൊമ്പിന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ സ്കെച്ച് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലൈൻ ഇങ്ങനെ ചുറ്റി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ കട്ടിങ്സ് ബാക്കി വന്നിട്ടുണ്ടാവില്ലേ, അതൊക്കെ ചുരുട്ടി ആ ഒരു കൊമ്പിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ട് ഞാൻ അതിൽ ഗമ്മ് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മുടെ കൊമ്പ് മൊത്തം സെറ്റാക്കിയിട്ട് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തെന്നി താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഇരിക്കുന്ന ബോക്സിൻ്റെ രണ്ട് വശത്തും പേപ്പർ അതായത് പേപ്പർ മടക്കി വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് താഴോട്ട് തെന്നി പോകില്ല, കറക്റ്റ് പൊസിഷനിലിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്രയും ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്യൂട്ട് DIYs വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.